മിസ്സേ എന്തുണ്ട് വിശേഷം? അതൊക്കെ ഒരു സെക്കൻഡ് ഇന്ന് വളർന്ന് ദേഷ്യണ്ട. അപ്പൊ കമന്റ് ബോക്സിൽ ആര് എപ്പോ 50 ആൾക്കാരുടെ അഭ്യർത്ഥന പ്രമാണിച്ച് അന്ന് ഫോൺ എടുത്ത് ഒഴിവാക്കണം. അതവിടെ ഒന്നുകൂടെ യെസ് ആക്ഷൻ തുടങ്ങണേ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഷനിൽ എന്നോടൊപ്പം ഉള്ളത് സൈലം PSCയുടെ വളരെ പ്രഗത്ഭയായ ഫാക്കൽറ്റി ഓഫ് ബയോളജി സയൻസ് അല്ലെങ്കിൽ ലൈഫ് സയൻസിന്റെ സ്വന്തം അധ്യാപിക സ്വാതി സ്വാഗതാണ്. ഹായ് മിസ്സേ, സ്വാഗതം. ഓക്കെ, താങ്ക് യു. എന്തുണ്ട് വിശേഷം? വളരെ സുഖമായിട്ടിരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ മിസ്സിന്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഷൻ കാണാനാണ് ഇന്നതേ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. മിസ്സിന്റെ ബാഗിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടാലോ? സെഷൻ അത്രയും നിർബന്ധമുള്ളൊരു സെഷനാണല്ലേ? പിന്നെ അതിന് വേണ്ടിയിട്ടല്ലേ മിസ്സിനെ നമ്മളെ വിളിച്ചത്. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ മിസ്സിന്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. മിസ്സിന്റെ ക്ലാസ് ഒക്കെ ഞാൻ അങ്ങനെ ഇരുന്ന് കാണാറുണ്ട്. ഒരുവിധം എല്ലാ ക്ലാസ്സും കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഉറക്കം കിട്ടാത്ത രാത്രികളിലൊക്കെ മിസ്സിന്റെ ചില ക്ലാസ്സുകളൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്. ഒരു പരിധിവരെ മിസ്സിന്റെ ക്ലാസ്സുകൾ എന്നെ ഉറക്കം കിട്ടാനും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും മിസ്സിന്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഷനിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. ശരി, ഇപ്പൊ മിസ്സിന്റെ ബാഗ് എടുക്കാവൂ. അപ്പൊ ബാഗ് എടുക്കാം അല്ലേ? യെസ്, ഇതാണ് ബാഗ്. ഇതിലുള്ള ആണല്ലേ? താങ്ക് യു. ഇനി ഇതിലുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എന്തൊക്കെയുണ്ടെന്ന് അറിയാലോ. ഒരു ദിവസം മിസ് എന്തൊക്കെയാണ് ഓഫീസിൽ പോയി വരുമ്പോ കൊണ്ട് നടക്കുന്നത് എന്തൊക്കെയാണ്? സത്യം പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണുള്ളത് എനിക്കും വലിയൊരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്ന് പറയുമ്പോ ഭാഗ്യം ഒരു നോട്ട്ബുക്ക്. നിങ്ങളിത് കാണുന്നുണ്ടോ? ഒരു ടീച്ചറാണ്. ടീച്ചറിന്റെ കയ്യില് ഏറ്റവും അത്യാവശ്യമായിട്ട് ആദ്യം ഉണ്ടാകേണ്ട സാധനം എന്താ? ഒരു നോട്ട്ബുക്ക്. കാണുന്നുണ്ടോ? ഒന്നും എഴുതിയിട്ടില്ലല്ലോ മിസ്സേ. അത് ആദ്യമുള്ള നോട്ട് കഴിഞ്ഞു. അങ്ങനെ കുറെ നോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയൊരു നോട്ട് വാങ്ങിച്ചായിരുന്നു. ഇന്നലെ നോട്ടാണ്. ഈ നോട്ട്ബുക്ക് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ പ്രകൃതിയിൽ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ഓർഗാനിക സംയുക്തം ഏതാണെന്നറിയോ? സെല്ലുലോസ് ആണ്. ഈ പേപ്പർ രാസപരമായിട്ട് സെല്ലുലോസ് ആണ്. നമ്മൾ ഈ മരമൊക്കെ മുറിച്ച് അതിന്റെ പൾപ്പ് എടുത്തിട്ടല്ലേ ഈ ബുക്കും പേപ്പറൊക്കെ ഉണ്ടാക്കുന്നേ. അപ്പോൾ ഒരു മരം മുറിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100 മരങ്ങൾ പകരം വച്ചു പിടിപ്പിക്കണം. നമ്മുടെ സസ്യത്തിന്റെ കോശഭിത്തി സെല്ലുലോസ്, ആ സെല്ലുലോസിന്റെ കാര്യം തന്നെയല്ലേ? ആ സെല്ലുലോസ് തന്നെ, അത് തന്നെ മിസ് പഠിപ്പിച്ചിട്ടുള്ള സെല്ലുലോസ്. അത് തന്നെ. അടുത്തതെന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ടീച്ചേഴ്സിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം, നമ്മൾ ഐപാഡ് ഉണ്ട്. അതിൽ ഡോണ്ട് ടച്ച് മൈ ഐപാഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വെറുതെ അങ്ങനെയുള്ള തൊട്ടോ അധികം തൊടണ്ട. ഇനി അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പോ ഒരു മാസ്കിന്റെ ഒരു പാക്കറ്റ് ഉണ്ട്. ഇപ്പൊ കുറച്ച് അലർജി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഇടയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ വരും. പിന്നെ തണുപ്പ് പൊടി അങ്ങനെയൊക്കെ ആവുമ്പോൾ ഒരു മാസ്ക്. ക്ലിനിക്കൽ മാസ്ക് ആണ്, ബ്ലൂ കളർ ആണ്. പിന്നെ ജസ്റ്റ് നമ്മളെല്ലാ ലേഡീസിന്റെ എല്ലാവരുടെ ബാഗിലുണ്ടാകുന്ന ജസ്റ്റ് ഒരു സാനിറ്ററി നാപ്കിൻ. അതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്, ലിപ് ബാം. വാവ്, കണ്ടോ മിസ്സിന്റെ ബാഗില്? കാരണം ഓൺലൈൻ ക്ലാസ് LGS, പിന്നെ LDC, പിന്നെ VFA, പിന്നെ LPUP, ഇങ്ങനെ UFB, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ബാച്ചുകളാണ് മിസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബാച്ചിനും ലൈവിലും റെക്കോർഡ് എടുക്കാനൊക്കെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യം, അപ്പൊ ആ സൗന്ദര്യം കാത്ത് സംരക്ഷിക്കാനായിട്ട് ബാച്ചുള്ളത് കാരണം കുറച്ചും കൂടെ ഉണ്ട്. ഇത് വേറൊരു എണ്ണമാണ്. കാണുന്നുണ്ടോ? അതെ, നിറഞ്ഞിരിക്കുന്ന ഇതെന്താണ് മിസ്സേ? അത് വേറൊരു ലിപ് ബാം, അലോവേരയുടെ ഒരു ലിപ് ബാം ആണ്. പിന്നെ ദേ ഇവിടെ മമ എർത്തിന്റെ നല്ലൊരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം മനസ്സിലേക്ക് വന്നത്. അതായത് നമ്മുടെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളില്ലേ, കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതിൽ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിങ്ക് സംയുക്തമുണ്ട്. ഏതാണെന്നറിയോ? കുട്ടികൾ പറയുന്നതായിരിക്കും. കുട്ടികൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഒന്ന് നോക്കാം. ശരി. പിന്നെ അത്ര തന്നെ ലിപ്സ്റ്റിക്കുകള്. പിന്നെ നോക്കുമ്പോ എന്താണെന്നറിയില്ല, ബാച്ചിന്റെ എണ്ണം ഒരുപാട് കൂടുതലല്ലേ സൈലം PSC, അതുകൊണ്ടാണെന്നറിയില്ല ലിപ്സ്റ്റിക്കിന്റെ എണ്ണം കൂടുതൽ. LDCക്ക് ഇതാണ്. ഇനി
അപ്പൊ ഇനി VFA ക്ക് ഇതാണ്. വാവ്. ഓ, ലിപ്സ്റ്റിക്കുകളുടെ ഒരു വൻ ശേഖരം തന്നെ നമ്മുടെ സ്വാതി മിസ്സിന്റെ കയ്യിലുണ്ട്. പിന്നെ അടുത്ത് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ നോക്കണ്ടേ എങ്ങനെയാണ് ഓക്കെ ആണെന്ന് അറിയാൻ ജസ്റ്റ് ഒരു ചെറിയൊരു മിറർ കൊണ്ടെടുക്കാറ്. വാവ്, കണ്ടോ മിറർ. ഇത് നിങ്ങൾ എല്ലാരും കൂടി തായ്ലൻഡ് ടൂർ പോയിരുന്ന ടൈം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് വാങ്ങിയതാണോ? അപ്പോഴുള്ളൊരു വാങ്ങിയ മിറർ ആണല്ലോ. അവിടെ എത്ര രൂപയായി? അതിന് എത്രയോ തായ്ലൻഡ് ബാത്തായിരുന്നു. അതൊന്നും നോക്കിയില്ല, ക്യാഷ് ഒന്നും നോക്കിയില്ല. നല്ലൊരു മിററാണ്. ഓ, ഈ മിറർ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ വന്നു. അതായത് ഈ മിററിനെ നമ്മൾ മലയാളത്തിൽ ദർപ്പണം എന്ന് പറയും. ഈ ദർപ്പണത്തിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് മിസ്സിന് അറിയോ? കുട്ടികളല്ലേ എല്ലാം നമ്മൾ കുട്ടികളോട് ചോദിച്ചാൽ ഏതെങ്കിലുമൊക്കെ നമ്മളും പറയണമല്ലോ. ദർപ്പണത്തിലെ പ്രകാശ പ്രതിഭാസം, ദർപ്പണത്തിലേക്ക് വരുന്ന പ്രകാശരശ്മികൾ അതിൽ തട്ടിയിട്ട് പ്രതിഫലിക്കുന്നത് കൊണ്ട് ഇതിലെ പ്രതിഫലനം, റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. ഈ ചെറിയ മിററിൽ ഇത്രയൊക്കെ നടക്കുമോ? ഓ, അങ്ങനെയൊന്നുമില്ല. അതില് വലിപ്പത്തിലൊന്നും കാര്യമില്ല. എന്ത് കണ്ടാലും അതിന്റെ ഒരു സ്റ്റോറി പെട്ടെന്ന് കണ്ടപ്പോ അങ്ങ് ഓർമ്മ വന്നതുകൊണ്ട് ആ ഒരു ഇതില് അങ്ങനെ അങ്ങ് പറഞ്ഞതാണ്. പിന്നെ ജസ്റ്റ് ഇതാ ഒരു പെർഫ്യൂം, ഒരു പോക്കറ്റ് പെർഫ്യൂം. വാവ്, പെർഫ്യൂം. ഇത് പോക്കറ്റ് പെർഫ്യൂം ആണല്ലോ. അതെ അതെ, ശരിയാ. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിന് കയറുമ്പോൾ സ്റ്റുഡിയോക്കകത്തൊക്കെ നിൽക്കുമ്പോ അല്ലേ, കൂടെ ഉള്ളവർക്കും എല്ലാരെയും വിചാരിച്ചുകൊണ്ട് ഒരു പെർഫ്യൂം. കാരണം അത് വെക്കണമല്ലോ. കൂടെ ഇരിക്കുന്ന സ്റ്റുഡിയോ എക്സിക്യൂട്ടീവും പാവം നമ്മുടെ SMEസും അവരെയൊക്കെ നമ്മളെ സഹിക്കുന്നില്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഇടയ്ക്ക് ഇതൊക്കെ നമുക്ക് ഒന്ന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ പെർഫ്യൂം കണ്ടപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലേക്ക് വന്നത്. ഇപ്പൊ ഈ പെർഫ്യൂം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അടിക്കുകയാണ്, അതാ കാണുന്നുണ്ടോ? ഇങ്ങനെ അടിക്കുമ്പോ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം നമുക്ക് ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്തിട്ട് ഇത് എങ്ങോട്ട് പോയി? ഈ പെർഫ്യൂം അടിക്കുമ്പോ ആ മണം കിട്ടിയോ നിങ്ങൾക്ക് കിട്ടില്ല? കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? എല്ലാവർക്കും കിട്ടുന്നില്ലേ? കിട്ടും. കാരണം ആ പെർഫ്യൂമിന്റെ മണം ഇങ്ങനെ സ്പ്രെഡ് ആകും. ഈ വാതക തന്മാത്രകൾക്ക് പരസ്പരം കൂടിക്കലരാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. വ്യാപനം. കേട്ടിട്ടില്ലേ? പഠിപ്പിച്ചിട്ടില്ലേ? അത് തന്നെ. ഡിഫ്യൂഷൻ നടന്നിട്ടാണ് ഈ പെർഫ്യൂമിലുള്ള കണികകൾ അല്ലെങ്കിൽ അതിന്റെ തന്മാത്രകള് വായുവിൽ അങ്ങനെ കലർന്നിട്ട് എന്താകും, എല്ലായിടത്തും കിട്ടുന്നില്ലേ? അതാണ്. അപ്പൊ എന്തോ മഷി വെള്ളത്തില് കുറ്റിക്കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡ് ആവൂലേ? അതും വ്യാപനം. അതും ഒരു തരത്തില് വ്യാപനമാണ്. പക്ഷെ വ്യാപനം ഏറ്റവും കൂടിയ തോതിൽ നടക്കുന്നത് വാതകങ്ങളിലാണ്. ദ്രാവകങ്ങളിലും നടക്കും. നന്നായിട്ട് നല്ല സ്മെല്ലല്ലേ? സ്മെല്ല് കൊള്ളാം. ഇത്രയൊക്കെ ആ ബാഗിനകത്തുണ്ടല്ലേ? ഇനിയുണ്ടോ? പിന്നെ ഒരു എന്താ അത്? ഓ, തീർന്ന ഓയിന്റ്മെന്റ്. അത് സാരമില്ല. ഓയിന്റ്മെന്റ് ഒക്കെ കൊണ്ടു നടക്കേണ്ട കാര്യം അത് ജസ്റ്റ് എന്തോ ഒരു പിമ്പിൾസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. കണ്ടോ, അധ്യാപികയാണ്. മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാ, പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ മേക്കപ്പ് ഇടുന്നു, പിന്നെ വീണ്ടും പഠിപ്പിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, നോട്ട് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരേ സമയം. സമ്മതിച്ചിരിക്കുന്നു. പിന്നെ നമ്മള് മൊബൈലിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ? മൊബൈലിനകത്ത് എന്ത് കൂടിപ്പോയാൽ കുറെ ജസ്റ്റ് വാട്സ്ആപ്പ്, ടെലഗ്രാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പില്ലേ, അപ്പൊ ഞാൻ ശരിക്കും വാട്സപ്പിനേക്കാൾ കൂടുതൽ നമ്മൾ ടെലഗ്രാം യൂസ് ചെയ്യുന്നു. നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ടെലഗ്രാം വഴിയല്ലേ. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇതാണുള്ളത്. ഇതെന്താ, അമൃതാഞ്ജനാണോ? ക്ലാസ് ഒക്കെ എടുക്കുമ്പോ പിള്ളേരിങ്ങനെ ബൾക്കായിട്ട് കമന്റ്സും ഡൗട്ടൊക്കെ വരുമ്പോ തലവേദനയും അങ്ങനെ ഇടയ്ക്കിടാന്. ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ കുട്ടികളല്ലേ, അപ്പൊ ആ കുട്ടികൾ ഒരിക്കലും ഒരു തലവേദനയല്ല. ഇങ്ങനെ ഒരു അധ്യാപികയെ കിട്ടാൻ നിങ്ങൾ പുണ്യം ചെയ്യണം. ഇതെന്താന്ന് വെച്ചാൽ അതിന്റെ പേര് വായിച്ചു നോക്കിയാൽ ഇത് എന്തോ ഇതൊരു സ്കിൻ കെയർ ക്രീം അത്രേ. എന്തോ ബി വാക്സ് എന്ന് കാണിക്കുന്നു. അതെന്താ? ഹണി ബി വാക്സ് കേട്ടിട്ടില്ലേ? നമ്മള് തേനീച്ച കൂട്ടിനകത്ത് നമ്മൾ തേനീച്ചനെ വളർത്തുന്നതിന് എപ്പിക്കൾച്ചർ, കുറെ നേരമായില്ലേ ഫിസിക്സിന്റെ കുറെ പോയിന്റുകൾ ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു. തേനീച്ചനെ വളർത്തുന്നതിന് നമ്മൾ എപ്പിക്കൾച്ചർ എന്ന് പറയാറുണ്ടല്ലോ. എപ്പി. അപ്പോൾ ഈ എപ്പിക്കൾച്ചർ തേനീച്ചനെ വളർത്തുന്ന തേനിന് വേണ്ടി മാത്രമല്ല, അതിന്റെ തേനീച്ച കൂട്ടിലുള്ള ഒരു മെഴുകുണ്ടാവും, ബി വാക്സ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഇങ്ങനെ കോസ്മെറ്റിക്സ് ഐറ്റമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കും. നല്ല പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ മോയ്സ്ചറൈസർ പോലെയൊക്കെ മോയ്സ്ചറൈസറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബി വാക്സ്. അപ്പൊ എപ്പിക്കൾച്ചർ ചെയ്യുമ്പോൾ ഹണിയും കിട്ടും, ബി വാക്സും കിട്ടും. കണ്ടോ? അപ്പൊ ഇനി എല്ലാരും ബി വാക്സ് വാങ്ങി ഉപയോഗിക്കട്ടെ അല്ലേ? നല്ല നാച്ചുറൽ മോയ്സ്ചറൈസർ. ഓക്കെ. പിന്നെ നമ്മളൊരു ചീപ്പുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരുങ്ങുന്ന വസ്തുക്കളെല്ലാം ഉണ്ട്. പിന്നെ വീണ്ടും ലിപ്സ്റ്റിക് അഗൈൻ. പിന്നെ ഒരു ടിഷ്യൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഫിസിക്സിൽ എന്തെങ്കിലും? ഇപ്പൊ ടിഷ്യൂവിന് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇടുവാണെങ്കിൽ ഇതിൽ മുഴുവൻ വെള്ളം പിടിക്കുമല്ലേ? ഇത് അത്രയും ഈർപ്പം കൊണ്ട് നിറയും. ഇതിനകത്ത് ആഗിരണം നടക്കുന്നുണ്ട്, അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതിന്റെ തന്നെ വേറൊരു കേസും ഉണ്ട്, അഡ്സോർപ്ഷൻ എന്ന് പറയും.
പദാർത്ഥത്തിന്റെ ഉപരിതലത്തിൽ മാത്രമായിട്ടാണ് ഈ കണികകളെ ശേഖരിച്ച് വെക്കുന്നതെങ്കിൽ അത് അഡ്സോർപ്ഷൻ, അതിശോഷണം. പദാർത്ഥം ഒട്ടാകെ നടക്കുകയാണെങ്കിൽ അത് ആഗിരണം, അബ്സോർപ്ഷൻ. മിസ് കേട്ടിട്ടുണ്ടോ ഇത്? സ്പോഞ്ച് വെള്ളത്തിലിടുമ്പോ ചായ, അത് തന്നെ. ചായയില് ബിസ്ക്കറ്റ് വീണാൽ ആ ബിസ്ക്കറ്റ് പിന്നെ കുതിർന്ന് വലിച്ചെടുക്കും. അതാ, ആ രണ്ടും രണ്ടാണ്. അപ്പോ ഇതെന്റെ കീ ആണ്. സ്കൂട്ടറിന്റെ കീ ആണത്. പിന്നെ നെക്സ്റ്റ് ഇതാ നമ്മളെ ഇയർപോഡ്. ഈ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഇതൊക്കെ എവിടെയാ സമയം? ഇതൊക്കെ വെച്ച് റിലാക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം, നോട്ടൊക്കെ ഉണ്ടാക്കും. പിന്നെ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഡിസ്റ്റർബ് ആവണ്ടല്ലോ, അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇതെല്ലാം കേൾക്കാനൊക്കെ അതും നല്ലൊരു കാര്യമാണ്. അഗൈൻ വീണ്ടും നിങ്ങളെ ഡിഫ്യൂഷൻ വേറൊരു പെർഫ്യൂം സംഭവം. ഇത്രയൊക്കെ തന്നെ ഇതിലുള്ളൂ. പിന്നെ ക്യാഷ്, ഇപ്പൊ നമ്മളെ കയ്യിൽ ക്യാഷ് ആയിട്ട് കുറവായിരിക്കും. ഇതെങ്ങനെയോ ഇതിൽ വന്നൊരു 110 രൂപ ഇതിലുണ്ട്. ഓക്കെ, യെസ്. പിന്നെ അത്രയൊക്കെയാണ്. പിന്നെ എന്റെ കാർഡ്സ് കുറെ, കാർഡ്സ് കുറച്ച്, അത്രയൊക്കെ തന്നെ ഇതിലിപ്പം മെയിൻ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ സ്വാതി മിസ്സിന്റെ കയ്യിൽ കണ്ടോ, ഈ ശരിക്കും ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ ഒരു വൻ ശേഖരം തന്നെയാണ് മിസ്സിനുള്ളത്. അത് പല കമ്പനികളുടെ വെറൈറ്റി പ്രോഡക്റ്റുകൾ. ഇനി എനിക്ക് പറയാൻ, നമ്മുടെ മിസ്സിന് നമ്മുടെ കുട്ടികളോട് ഇനി എന്താ പറയാനുള്ളത്? കുട്ടികളോട് എന്താണ്, ഒരുപാട് സ്നേഹം. പിന്നെ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം എൻ്റെ ബാഗും ആ ബാഗിൽ ഉണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ എപ്പിക്കൾച്ചർ മറക്കരുത്. എപ്പിക്കൾച്ചറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ എൻ്റെ കയ്യിലുള്ള ഈ ബോട്ടിൽ എന്തായാലും മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും ഞാൻ ഈ ബോട്ടിൽ കൊണ്ടു നടക്കുന്നത് തന്നെ, അല്ലാതെ എനിക്കിപ്പം അത്ര വലിയ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ശരിക്കും ഈ ബോട്ടിൽ കൊണ്ടു നടക്കുന്ന എപ്പിക്ക്. പിന്നെ നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ? പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ എല്ലാം നമ്മൾ എന്തെങ്കിലും ഡെയിലി ലൈഫിൽ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക, ക്ലാസ്സസ് ഒക്കെ കൃത്യമായിട്ട് കാണുക. ഇത്രയൊക്കെ തന്നെയാണ്. എന്തായാലും ഇതൊക്കെ കറക്റ്റ് അല്ല, കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ മിസ്സിന്റെ ഭയങ്കര ആരാധികയാണ്. അതുകൊണ്ടാണ് ഞാൻ കണ്ടോ സൈലം PSC സൈലത്തിന്റെ ടീഷർട്ടൊക്കെ ഒപ്പിച്ചിട്ടാണ് ഇന്ന് ഇന്റർവ്യൂവിന് മിസ്സിനെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സെഷനിൽ എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു സെഷനിൽ നമുക്ക് മറ്റൊരു സെലിബ്രിറ്റി ആയിട്ട് കാണാം. ബൈ ബൈ പറഞ്ഞു മിസ്സേ. ബൈ ബൈ.